അപ്പോൾ എല്ലാവർക്കും ഉത്തര ഫ്ലവർ ബ്യൂട്ടി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇതെങ്ങോട്ട് പോവുകയാണെന്ന് ചിന്തിക്കുന്നുണ്ടാവും. ഇത് കഴിഞ്ഞ അതായത് ഡിസംബർ 24 നമ്മളൊരു തീർത്ഥാടനത്തിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് എടുത്തു വെച്ച വീഡിയോ ആയിരുന്നു. പക്ഷേ ഇതുവരെയും എനിക്കത് യൂട്യൂബിലേക്ക് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു വീഡിയോയ്ക്കുള്ളിൽ പാട്ടുണ്ടായിരുന്നു. ഞാൻ ഒരിക്കൽ ഇട്ട് നോക്കിയതാണ്. അപ്പോൾ കോപ്പിറൈറ്റ് വന്നതുകൊണ്ട് പിന്നെ ഇടാതെ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ, പാട്ടുകളൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് കോപ്പിറൈറ്റ് വരും. നമ്മളിങ്ങനെ ടൂറിനൊക്കെ പോകുമ്പോൾ വണ്ടിക്കകത്ത് പാട്ടിടുമല്ലോ, അതാണ് പ്രശ്നം ഉണ്ടാക്കിയത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതിൻ്റെ ആ ഒരു വോയിസ് കട്ട് ചെയ്തിട്ട് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ ഡയറക്റ്റ് പറഞ്ഞ് ഇടാമെന്ന് കരുതിയത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പോയതെന്ന് പറഞ്ഞാൽ പഴനിമല. അന്നൊക്കെ എനിക്ക് തലമുടി ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അത് ഈ വീഡിയോയിലില്ല. വേറെയും ഒരുപാട് വീഡിയോകൾ എടുത്ത് വച്ചിട്ടുണ്ട്. അത് ഓരോ ദിവസമായിട്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, പഴനിമലയിൽ പോയിട്ടുണ്ടായിരുന്നു. പഴനിമലയിൽ പോയി തലമുടിയൊക്കെ എടുത്തത് അവിടെ ചെന്നതിന് ശേഷമായിരുന്നു. പിന്നെ നമ്മുടെ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ധനുഷ്കോടി എന്ന് പറയുന്ന ആ ഒരു സ്ഥലമുണ്ടല്ലോ, അവിടെ പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ രാമേശ്വരത്ത് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പ്രധാനപ്പെട്ട കുറേയേറെ ക്ഷേത്രങ്ങളിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് ഞാൻ ഇതുപോലെ എടുത്തു വച്ചിരുന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. പിന്നീട് ഒരു കാര്യമെന്ന് വെച്ചാൽ, ഇങ്ങനെ നമ്മൾ പോകുന്ന സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് എൻ്റെ അമ്മ ഉണ്ടായിരുന്നു. അതുപോലെ അമ്മയുടെ അനിയത്തി, അതായത് എൻ്റെ കുഞ്ഞമ്മ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ മകള്. നമ്മൾ ഇത്രയും പേരായിരുന്നു വീട്ടിൽ നിന്നും പോയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ അയൽപക്കത്ത് നിന്ന് വാഹനം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു വാഹനത്തിലാണ് നമ്മളെല്ലാവരും കുറേയേറെ ആളുകളുണ്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള യാത്രയായിരുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ ഇത് തമിഴ്നാടാണ് കേട്ടോ. ശരിക്കും നമ്മൾ ഏറ്റവും അധികം ഭംഗിയുള്ള വളരെ സുന്ദരമായ നാട് എന്ന് നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് നമ്മളുടെ കേരളത്തെയാണ് അല്ലേ? പക്ഷേ അതല്ല. ഗ്രാമഭംഗി നമ്മൾ ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ ശരിക്കും തമിഴ്നാട് തന്നെയാണ് ബെറ്റർ എന്നേ ഞാൻ പറയത്തുള്ളൂ. കണ്ടില്ലേ, ഇതെല്ലാം തമിഴ്നാടാണ് കേട്ടോ. ഇത് മാത്രമല്ല, ഒരുപാട് പനമരങ്ങളുണ്ട്, പനമരങ്ങൾ. പിന്നീടെന്ന് വെച്ചാൽ, തമിഴ്നാടിൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ ശാലീന സൗന്ദര്യം എന്ന് പറയുന്നത്, ഗ്രാമഭംഗി. പിന്നെ നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കേരളത്തിൽ പണ്ട് കേരവൃക്ഷങ്ങളുടെ നാടാണ് കേരളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും, പക്ഷേ ഇപ്പോൾ കേരവൃക്ഷങ്ങൾ ഒരെണ്ണം പോലും കാണാനില്ല. അതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ തമിഴ്നാട്ടിലുണ്ട്. തമിഴ്നാട്ടിൽ നിന്നാണ് നമ്മുടെ ഈ പ്രധാനപ്പെട്ട നാളികേരമെല്ലാം ഇങ്ങോട്ടേക്ക് പോരുന്നത്. അപ്പോൾ പിന്നീട് പറയത്തക്ക വെച്ചാൽ, അടിപൊളിയാണ് കാണാനായിട്ട്. എല്ലാ സ്ഥലങ്ങളും ഒന്നിനൊന്ന് മെച്ചമാണ്. പിന്നീട് സഹിക്കാൻ വയ്യാത്തത് ഇവിടെ കന്നുകാലികളുടെ ഇതുകൊണ്ടുള്ള ചാണകത്തിൻ്റെ സ്മെല്ല് മാത്രമേ സഹിക്കാൻ പറ്റാതുള്ളൂ. നമ്മൾ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചാണകങ്ങളാണ് അവിടെ. കാരണം എവിടെയൊന്നും അങ്ങനെ കന്നുകാലികളെയൊന്നും കെട്ടിയിടാറില്ല. അതിനെയൊക്കെ ഇങ്ങനെ സ്വൈരവിഹാരത്തിന് ഇങ്ങനെ വിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നടക്കുമ്പോൾ ഗ്രാമപ്രദേശങ്ങളിലൂടെ റോഡിലൂടെയൊക്കെ നടക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് നടക്കേണ്ടത് ആവശ്യമാണ്. കാരണം ചാണകത്തിൽ ചവിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നീടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ കന്നുകാലികളൊന്നും ആരെയും ഉപദ്രവിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെയെന്ന് വെച്ചാൽ, ഇതുപോലെ ഒരുപാട് നല്ല കാണാൻ ഭംഗിയുള്ള സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ വീഡിയോ എടുത്ത് വച്ചിട്ടുണ്ട്. ഓരോ ദിവസങ്ങളായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുക ചെയ്യും. പിന്നീടെന്ന് പറഞ്ഞാൽ, ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിലുള്ളതിനേക്കാൾ ഏറെ ക്ഷേത്രങ്ങൾ തമിഴ്നാട്ടിലാണുള്ളതെന്ന് തോന്നുന്നു. കാരണം നമ്മൾ
എവിടെ നോക്കിയാലും മിന്നിട്ടിടവിട്ട് ഓരോ സ്റ്റോപ്പ് കഴിയുമ്പോഴും നമ്മൾ നോക്കുമ്പോൾ ചെറിയ ചെറിയ ക്ഷേത്രങ്ങളൊക്കെ കാണാൻ സാധിക്കും. പക്ഷേ പല ക്ഷേത്രങ്ങളുടെയും മുന്നിൽ ഇതുപോലെ ഈ കന്നുകാലികൾ ഇങ്ങനെ അവർക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. കന്നുകാലികൾ ചാണകം ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കാണാം. എന്തായാലും നല്ല ഭംഗിയുള്ള നല്ല നല്ല നമുക്ക് ഹൃദയഹാരിയായിട്ടുള്ള നല്ല കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി ഒരുപാട് വീഡിയോകളുണ്ട് വരാനായിട്ട്. അപ്പോൾ നിങ്ങളെ ഞാൻ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. തമിഴ്നാട്ടിലേക്കല്ല, ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ പഴനിമല, അതുപോലെ രാമേശ്വരം, ധനുഷ്കോടി ഇതൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. സാധാരണ കമൻറ്റ് അങ്ങനെ കാണാറില്ല, അതിൽ നല്ല വിഷമമുണ്ട്. നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് വീഡിയോ ഇട്ടിട്ടും കമൻറ്റ് ഇടാതിരിക്കുമ്പോൾ നല്ല വിഷമമാണ്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ഇടുക. അപ്പോൾ ഇതുപോലെ അടിപൊളിയായിട്ടുള്ള വ്ളോഗ്സുകളിലൂടെ കാണാം. എല്ലാവർക്കും ബൈ.